അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയോടത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോവുക കൺസ്യൂമർ കോടതിയിലോട്ടല്ലേ. അതിനാദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങളൊരു കൺസ്യൂമർ ആണോ എന്നുള്ളതാണ്. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമർ ആരാണെന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം നിങ്ങളൊരു കൺസ്യൂമർ ആവണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ സേവനമോ പണം കൊടുത്ത് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പണം കൊടുക്കാമെന്ന ഉറപ്പിൽ വാങ്ങിക്കുന്നവരോ ആയിരിക്കണം. നമ്മൾ ആലോചിക്കേണ്ട ഫസ്റ്റ് കാര്യം, പണം കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പണം കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്താലും മതി. കടകളിൽ പോയി ഓഫ്ലൈനായി സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഓൺലൈനായി സാധനങ്ങൾ വാങ്ങിക്കുന്നതും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വഴി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതും എല്ലാത്തിനും ഈ ആക്ടിൽ തുല്യ പ്രാധാന്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിങ്ങൾ പൈസ കൊടുത്തോ പൈസ കൊടുക്കാവുന്ന ഉറപ്പിലോ വാങ്ങിക്കുന്ന സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നിങ്ങളൊരു കൺസ്യൂമർ ആവണേന്ന്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു സാധനം ഫ്രീ കിട്ടുന്നു പൈസ കൊടുക്കാതെ, അപ്പം നിങ്ങളൊരു കൺസ്യൂമർ അല്ല. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിയമപരമായ നിങ്ങളുടെ അവകാശങ്ങൾ കൂടുതൽ അറിയാനായി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.